വീണ്ടും പഴയ ബോംബ് കഥയുമായി മമതാ ബാനർജി ഇറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയൻ പോലും ഉപേക്ഷിച്ച ഒരു ഫാഷനാണ് മമതാ ബാനർജി വീണ്ടും തന്റെ മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായി ഇപ്പോൾ പശ്ചിമ ബംഗാളിലെടുത്ത് വീശിയിരിക്കുന്നത്. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആ ബില്ല് പാസ്സായതുമായി ബന്ധപ്പെട്ട് അതിവിടെ നടപ്പിലാക്കില്ല എന്നുള്ളതാണ് മമതാ ബാനർജി ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതൊന്നും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ യേശുന്നില്ല എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ കൃത്യമായി അറിയാം. കാരണം പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ല് നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള യാതൊരു അർഹതയും മമതാ ബാനർജിക്കില്ല. അങ്ങനെ നടപ്പാക്കാതിരുന്നാൽ ഭരണഘടന പ്രകാരം മമതാ ബാനർജിയുടെ കസേര തെറിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത് ആ ബില്ല് ഇവിടെ നടപ്പിലാക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ എന്നൊക്കെ മമതാ ബാനർജി പറയുന്നുണ്ട്. ഇതിന് പുറമെ മമതാ ബാനർജി അവിടുത്തെ വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്താൻ, മുസ്ലിം വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്താനായി പശ്ചിമ ബംഗാളിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം വഖഫിന്റെ പേരിൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു വലിയ പ്രഖ്യാപനം ഇന്ന് നടത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ വഖഫ് ബില്ല് പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. ന്യൂനപക്ഷ ജനതയും അവരുടെ സ്വത്തുക്കളെയും ഞാൻ സംരക്ഷിക്കുമെന്നാണ് മമതാ ബാനർജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ കോമഡിയാണ് എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കൊൽക്കത്തയിൽ ജൈന സമൂഹത്തിന്റെ പരിപാടിയിൽ മമതാ ബാനർജി പങ്കെടുക്കുകയാണ് ഇത് പറഞ്ഞതെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. വഖഫ് നിയമം നടപ്പിലാക്കുന്നതിൽ നിങ്ങൾ അസന്തുഷ്ടരാണെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ വിശ്വസിക്കൂ, ആരെയും ഭിന്നിപ്പിച്ച് ഭരിക്കാൻ അനുവദിക്കുന്ന ഒന്നും ബംഗാളിൽ സംഭവിക്കില്ല. ബംഗ്ലാദേശിലെ സ്ഥിതി നോക്കൂ. വഖഫ് ഭേദഗതി ബിൽ ഇപ്പോൾ പാസ്സാക്കാൻ പാടില്ലായിരുന്നു. പശ്ചിമ ബംഗാളിൽ വഖഫ് ഭേദഗതി ബിൽ നടപ്പാക്കില്ല എന്നാണ് മമത പറഞ്ഞത്. എന്തായാലും വഖഫ് ഭേദഗതി ബിൽ കഴിഞ്ഞ വ്യാഴാഴ്ച ലോക്സഭയിലും വെള്ളിയാഴ്ച രാജ്യസഭയിലും പാസ്സാക്കി ശനിയാഴ്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ച് ഇന്ന് അത് കൃത്യമായി ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള ഒരു നിയമമായി രാജ്യത്ത് നടപ്പായി കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് മമതാ ബാനർജിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവന എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വലിയ രീതിയിലുള്ള ആക്രമണം ബംഗാളിൽ പല ഭാഗത്തും മണിപ്പൂരിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ടു എന്നുള്ളതും നമ്മൾ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബംഗാളിലെ മുർഷിദാബാദിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധത്തിനിടെ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ BJP രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഈ ആക്രമണത്തെ തുടർന്ന് BJP ക്രമസമാധാനം നിലനിർത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് BJP മമതാ ബാനർജി ആക്രമിച്ചുകൊണ്ട് പറഞ്ഞത്. മുർഷിദാബാദ് ജില്ലയിലെ ജംഗിപൂർ പ്രദേശത്ത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ആക്രമണം പുറപ്പെട്ടതായി മമതാ ബാനർജി അറിഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാതെ അവിടെയുള്ള ഹിന്ദുക്കളെ വംശഹത്യ ചെയ്യാനോ മമതാ ബാനർജിയുടെ പരിപാടി എന്നാണ് കൃത്യമായി BJP ഈ കാര്യത്തിൽ ചോദിക്കുന്നത്. സർക്കാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കരുത് എന്നും BJP പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.